അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ ലാഭമില്ലാത്ത ജീവിതത്തിൽ കുടുങ്ങിപ്പോകരുത്. എങ്കിൽ മാത്രമേ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിത അവസാനത്തിൽ നമുക്ക് നമ്മുടെ എല്ലാമായ യജമാനന്, സ്വർഗീയ പിതാവിന്റെ ശരീരമായ ക്രിസ്തുവിന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അങ്ങ് എന്നെ ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തിയും പൂർത്തിയാക്കി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. Therefore, the title of today's message is "Don't Get Trapped in a Life Without Profit." Only then will we be at the end of our life report to our Master God the Father as well as to our Lord and Savior Jesus Christ that the ministry that you have entrusted to me, it's all that it is finished. इसलिए आज का संदेश का शीर्षक हम इस प्रकार देना चाहते हैं, हमें लाभ नहीं पहुंचाने वाली जिंदगी में फंस न जाए। ऐसा करेंगे तो ही हम प्रभु यीशु मसीह के समान हम सब के जो मालिक है, जो प्रभु यीशु मसीह का सिर है, हमारे पिता परमेश्वर से हम कह सकेंगे कि पूरा हुआ है। പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ജഡത്തിൽ ജീവിക്കുന്ന ജീവിതം ലാഭമില്ലാത്ത ജീവിതമാണ്. അത് നിങ്ങളുടെ തയ്യൽക്കടയിലെ ജീവിതമാകട്ടെ, നിങ്ങളുടെ ഓഫീസിലെ പച്ചക്കറി കടയിലെ, നിങ്ങളുടെ കമ്പനിയിലെ, എവിടെ ഞാനും ജോലി ചെയ്താലും അത് ലാഭമില്ലാത്ത ജീവിതമാണ്. അത് ജഡത്തിലെ ജീവിതമാണ്. Dear brothers, your life in this flesh is a life without profit. Whether be it in an office or whether be it in a grocery shop or a tailor shop, wherever you are working, the fleshly life that we are living is a life without profit. प्रिय भाइयों, हमें ये बात याद रखना है, हमारे ये शरीर से जुड़े हुए जो भी हमारे काम है या जिंदगी है, चाहे वो एक दर्जी का काम करने वाला हो या ऑफिस में जाने वाला हो या फिर और कोई भी सब्जी को बेचने वाला हो, किसी भी प्रकार का काम हो, वो बेफायदे का हो। യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. ഹെബ്രായ ലേഖനം 10:5 മുതൽ 7 വരെ എന്താണ് ശരീരത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരീരം ദൈവം തന്നത് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാനാണ്. അല്ലാണ്ട് ദൈവം തന്ന സമയം വേറൊരാൾക്ക് വിറ്റ് വയറ് നിറച്ച് ഇവിടെ ചത്തുപോകാനല്ല. So to find the answer to this, firstly look into the life of our Lord and Savior Jesus Christ. If you turn to book of Hebrews chapter 10 verse 5 to 7, it says the purpose of the flesh, it is to actually use this flesh to serve God and accomplish his task on earth that this flesh is given, not to fill our belly and finally go to the grave. इसी के बारे में हम वचन में देखते हैं, प्रभु यीशु मसीह ने कहा, इब्रानियों 10 उसके 5-7 में हम देखते हैं, प्रभु कहता है कि यह शरीर से क्या उपयोग, न कि वहां पर देखने से मालूम पड़ता है सही काम क्या है, उपयोग क्या शरीर का, न कि यहाँ हम पेट भरकर इस तरह से किसी और के लिए मेहनत करते हुए चले जाएं। പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജയിക്കണമെങ്കിൽ നമുക്ക് ഒരു ബാലൻസ്ഡ് ലൈഫാണ് ഇവിടെ ആവശ്യമായിരിക്കും. ആദ്യത്തെ തിരിച്ചറിവ് വേണം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിൽ ലാഭമില്ല. രണ്ടാമത്തെ തിരിച്ചറിവാണ്, ലാഭമുള്ള ജീവിതം ജഡത്തിലെ ജീവിതമല്ല, ലാഭമുള്ള ജീവിതം ആത്മാവിലെ ജീവിതമാണ്. ഇതാണ് യേശുക്രിസ്തു യോഹന്നാൻ 6:63 പറഞ്ഞത്, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ് ബട്ട് The Spirit gives life. ആത്മാവിലെ ജീവിതമാണ്, മറഞ്ഞു കിടക്കുന്ന ജീവിതമാണ്, ഒളിഞ്ഞു കിടക്കുന്ന ജീവിതമാണ്, ദൈവരാജ്യത്തിലെ ജീവിതമാണ് നിനക്ക് പ്രോഫിറ്റ് ഉള്ളത്. ഈ ഒരു തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതാ 2 ലൈൻ കാണാം. ഒന്ന് ഫ്ലഷ് ലൈൻ, മറ്റൊന്ന് സ്പിരിറ്റ് ലൈൻ. ഈ ഫ്ലഷ് ലൈൻ ഇതാ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി ആരംഭിച്ച് അത് സെമത്തേരിയിൽ മരണത്തിൽ അവസാനിക്കുന്നു. അതിന്റെ ആൽഫ ആൻഡ് ഒമേഗ ഇവിടെയുണ്ട്, സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്. എന്നാൽ ഇതാ സ്പിരിറ്റ് ലൈൻ, നമ്മൾ ദൈവത്താൽ ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുകയും അതാണ് ക്രിസ്തു നമ്മുടെ തുടർന്ന് ഇതാ അത് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിന്റെ തലയോളം വളർന്നു. ഇതാ അത് എന്നേക്കും വളർന്നുകൊണ്ടേയിരിക്കുന്നു. അത് നിത്യം ക്രിസ്തുവോടുകൂടി ആ ജീവിതത്തിന് അവസാനമില്ല. അതാണ് നമ്മുടെ ഒമേഗ. നമ്മുടെ ഒമേഗയ്ക്ക് അവസാനമില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ആൽഫ ആൻഡ് ഒമേഗ. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. തുടർന്ന് ക്രിസ്തുവിൽ വളരുന്നു, അവൻ എന്നേക്കും നിലനിർത്തും. അതാണ് നമ്മുടെ ആത്മാവിന്റെ. അപ്പോൾ മനസ്സിലാക്കുക, ഇതാ നമുക്ക് ജീവിതം 2 ഭാഗത്തുണ്ട്. ഒന്ന് ലാഭമില്ലാത്ത ജഡജീവിതവും ലാഭമുള്ള ആത്മജീവിതവും.
പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചത് ഈ ലാഭമുള്ള ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ച് ജനത്തിന് അറിയില്ല. ലാഭമില്ലാത്ത ജഡത്തിലുള്ള ജീവിതത്തെ കുറിച്ച് മാത്രം അറിയുന്നു, അതിൽ വളരാൻ ശ്രമിക്കുന്നു, അതിൽ ഒടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. സാത്താൻ അവരുടെ മേൽ ജയമിടും. So to resolve this matter, you should have a balanced life, and for that, the first thing you should realize is that flesh profits nothing. You are not going to get any profit out of the fleshly life. It is the spiritual life that will give you profit, and hence more focus the second thing we should realize is that it is a spiritual that gives us that gives you profit, and finally matters when you are in the kingdom of heaven. So we have the flesh line which starts with the embryo and finally ends in the graveyard. So it is a finite line. It doesn't continue forever. But then there is the spirit line which starts at Jesus Christ, and it doesn't end with death, but it continues forever with Jesus Christ. So Jesus Christ is our alpha and our omega. But what's happening right now is that most people ends up focusing on the flesh line rather than the spirit line, and they end up profiting nothing. इसके लिए हमें जरूरत है कि हम एक संतुलित जिंदगी को जी पाए। ये ऐसे करने के लिए सबसे पहले समझना है कि लाभदायक बातें क्या है। ये समझना है कि हमारी शरीर के से जुड़ी हुई जिंदगी वो लाभदायक नहीं है, बल्कि हमारी आत्मा से आध्यात्मिक बातों से जुड़ी हुई बातें हैं जो सच में फायदे का है, जो लाभदायक है। तो उसके ऊपर हमको ध्यान देना है। स्क्रीन में आप देख सकते हैं, इस चित्र में 2 रेखा है। पहले शरीर की रेखा में हम देख सकते हैं उसका शुरुआत और अंत। वहां पर हम देख सकते हैं शुरुआत माँ के कोख में भ्रूण के रूप में शुरू होकर फिर कब्रिस्तान में दफनाया जाता है। वहां पर अल्फा और अंत यानी कि आदि और अंत वहां पर हम देख सकते हैं। और नीचे हम देख सकते हैं आत्मा की रेखा, वो शुरू होता है और वो खत्म नहीं होता है, वो खत्म होता है प्रभु यीशु मसीह में जो हमारा अल्फा और ओमेगा है। तो हमारी जिंदगी में हमें ध्यान करना है इस आत्मा की जिंदगी रेखा में। നമ്മളിലെ ലോക മനസ്സ് സമയത്തെ കൺവെർട്ട് ചെയ്ത് കറൻസിയാക്കി മണിയാക്കി മാറ്റും. നമ്മളിലെ ക്രിസ്തു മനസ്സ് സമയത്തെ കൺവെർട്ട് ചെയ്ത് ജീവനാക്കി തേജസ്സാക്കി മാറ്റും. എന്നാൽ ഇന്ന് നമ്മൾ ഇതിന് രണ്ടിന്റെയും കീഴിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് ബാലൻസ് ചെയ്ത് നാം പോയില്ല എങ്കിൽ നമ്മുടെ ജീവിതം അപകടത്തിലാണ്. So the worldly spirit in our body converts the time and makes it into money, but the spirit of Christ in our body converts this time and takes this time and converts it into glory. And since we are in this world, we need to balance. It's important that we balance both these. We need to balance things and go forward. शारीरिक व्यक्ति जो है समय को पैसे में रुपए में बदलते हैं, और जो आत्मिक व्यक्ति है उसे समय को जीवन को प्राप्त करने में उसको लगाना है। तो हमारे लिए ये दोनों भी हमें जरूरी है। इसके लिए हमें ध्यान देना है कि जो पैसे के पीछे जो लाभदायक नहीं, उसके पीछे हमें आत्मा या जीवन को नहीं गंवाना चाहिए। യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു ബാലൻസ്ഡ് ലൈഫായിരുന്നു. താൻ ജഡത്തിൽ ജോലി ചെയ്തു, തന്റെ കുടുംബത്തിന് വേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു. അപ്പോൾ തന്നെ തന്റെ സ്വർഗസ്ഥ പിതാവിന് വേണ്ട ജോലി സമയത്ത് താൻ ഒരുങ്ങി റെഡിയായി മുന്നോട്ടേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ആർക്കും ഒഴികഴിവില്ല. എനിക്ക് വലിയ കുടുംബഭാരമുണ്ട്, എനിക്ക് വലിയ കടബാധ്യതയുണ്ട്, എനിക്ക് പല പല ടെൻഷനുകളുണ്ട് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്കാർക്കും യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇത്ര വലിയ തിരക്കുകളുടെ നടുവിൽ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്തിന്റെ നടുവിൽ നമ്മളോട് പറഞ്ഞത് അവരെ ആരെ നോക്കാനല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്നതുമായ യേശു ക്രിസ്തുവെ നോക്കുക. അദ്ദേഹം എന്താ ചെയ്തത്? തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് ഇപ്പോഴത്തെ സകല അപമാനങ്ങളും അലക്ഷ്യമാക്കി ആ ക്രൂശിനെ സഹിച്ച് ആ പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ട് അവസാനം ആ റിപ്പോർട്ടും കൊടുത്തു, പപ്പാ it is finished. Beautiful life. So Jesus Christ's life was a balanced life. He completed his responsibilities on earth by the age of 30 and devoted full time to the ministry of his Father. In the same manner, therefore, we also do not have an excuse. We do not have an excuse on we have this matter, that matter. We also need to live a balanced life, completing our responsibilities on earth and focusing on the purpose that God our Father said. And since we are, in this large assembly of saints, it is said
Bible says to focus not on them but on the perfecter of our faith, who source perfecter of our faith, Jesus Christ, who despised the shame of the cross and the torture for the sake of the joy that is set before him, and completed his task on earth and reported to his Father that it is finished. और इसलिए ही हमें यीशु मसीह ने जिस तरह से एक संतुलन की जिंदगी को जिया, हमें भी ये संसार में जब जीते हैं पार्थिव जिंदगी में, तो संतुलन के जीवन को जीना है। हमारे यीशु मसीह ने अपने परिवार के प्रति सारी जिम्मेदारी को पूरी की। उसके बाद में उन्होंने अपने पिता के, स्वर्गीय पिता की इच्छा करने को पूरी तरह से तैयारी में उन्होंने समर्पण किया, अपने आप को उपलब्ध किया। इसीलिए ही जिस प्रकार वचन में लिखा हुआ है, गवाहियों के इतने बड़े बादल से हम घेरे हुए हैं, तो उनको नहीं देखना है, बल्कि हमारे विश्वास के कर्ता और सिद्ध करने वाले प्रभु यीशु मसीह की ओर ताकते हुए, जिसने उसके सामने जो आनंद रखा है उसको धरते हुए, निंदा को, क्रूस की निंदा को, उससे लज्जित न होते हुए उसने परमेश्वर की इच्छा करने को अपने आप को समर्पण किया। हमें भी इस तरह का मन होना चाहिए। സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവിക ജീവനാലും ദൈവിക സമാധാനത്താലും നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Greetings of love from God our Father and our Lord Jesus Christ to everyone who is listening to this meeting, especially to those who are members of the body of Christ. May God bless you and fill you in abundance with his life and his peace. परमेश्वर की स्तुति हो पिता परमेश्वर और प्रभु यीशु मसीह के नाम से आप सभी को जो हमें सुन और देख रहे हैं, और खास तौर से जो मसीह के देह के अंग हैं, आप सभियों को प्यारा नमस्कार व्यक्त करना चाहते हैं। परमेश्वर आपको उसकी उपस्थिति से आशीष करें, आप उसकी संगति से आपको आशीष करें। പ്രിയ സഹോദരങ്ങളെ, തിരുവത്താഴ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂസിലെ യാഗത്തെ ധ്യാനിപ്പാൻ, യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ മനോഹരമാക്കി പൂർത്തിയാക്കി സ്വർഗീയ പിതാവിനെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇത് പൂർത്തിയായിരിക്കും എന്ന ചിന്തയിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. Dear brothers, today's meeting is in the context of Holy Communion and in the context of the sacrifice of our Lord and Savior Jesus Christ on the cross to redeem us from sin. We all know, we would like to focus on the verse of Jesus Christ on the cross, which is, it is finished. This is how he reported to God the Father that the ministry entrusted to him on earth is complete. प्रिय भाइयों, आज प्रभु के भोज के संबंधित प्रभु यीशु मसीह के कलवरी क्रूस के बलिदान से जुड़े हुए विषय के ऊपर जब हम मनन करेंगे, तो प्रभु यीशु ने पिता परमेश्वर से कहा हुआ वो लफ्ज ये कि उसने जब सब कुछ पूरा किया तो इस तरह कहा पूरा हुआ है, इस विषय पर हम आधारित करेंगे आज का मनन। അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ ലാഭമില്ലാത്ത ജീവിതത്തിൽ കുടുങ്ങിപ്പോകരുത്. Therefore, the title of today's message is Don't Get Trapped in a Life Without Profit. इसलिए आज का संदेश का शीर्षक हम इस प्रकार देना चाहते हैं, हमें लाभ नहीं पहुंचाने वाली जिंदगी में फंस न जाए। എങ്കിൽ മാത്രമേ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിത അവസാനത്തിൽ നമുക്ക് നമ്മുടെ എല്ലാമായ യജമാനന്, സ്വർഗീയ പിതാവിന്റെ ശരീരമായ ക്രിസ്തുവിന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ, അങ്ങ് എന്നെ ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തിയും പൂർത്തിയാക്കി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്.
Only then will we be at the end of our life report to our Master God the Father as well as to our Lord and Savior Jesus Christ that the ministry that you have entrusted to me, it's all that it is finished. ऐसा करेंगे तो ही हम प्रभु यीशु मसीह के समान हमारे जो हम सब के जो मालिक है, जो प्रभु यीशु मसीह का सिर है, हमारे पिता परमेश्वर से हम कह सकेंगे कि पूरा हुआ है। അപ്പോ ഇതിനാധാരമായിട്ടുള്ള ഒരു വചനമാണ് നമ്മളിപ്പോ യോഹന്നാന്റെ സുവിശേഷം 19:30 യേശു ക്രിസ്തു പിതാവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മളിവിടെ വായിക്കാനായിട്ട് പോകുന്നത്. യേശു കുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. In this context, let's first start by reading the verse that forms the basis. It's the Gospel of John, chapter 19, verse 30, which says, when he had received the drink, Jesus said, "It is finished." With that, he bowed his head and gave up his spirit. इसके लिए आधारित वचन को हम पढ़ेंगे यूहन्ना रचित सुसमाचार 19 अध्याय उसके 30 आयत में इस तरह लिखा है, जब यीशु ने वह सिर का लिया तो कहा पूरा हुआ और सिर झुकाकर प्राण त्याग दिए। ശരിക്കും എന്താ കാണിക്കണേ? ജോലി ഏൽപ്പിക്കപ്പെട്ട വ്യക്തി, ജോലി ഏൽപ്പിച്ച ആൾക്ക് തൻ്റെ ഭൂമിയിലെ ജഡത്തിലുള്ള ജോലി കഴിഞ്ഞ ശേഷം തൻ്റെ തലയായ തൻ്റെ യജമാനന് വളരെ താഴ്മയോടുകൂടെ ഇതാ എന്റെ ജോലി ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ യജമാനന്റെ തൻ്റെ ഹെഡായ സ്വർഗീയ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുമായി നമ്മുടെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്യുവാൻ അല്പസമയം നമുക്ക്. So what's happening here? Someone who has been assigned a task, after he completed his task, he is reporting to his master, God the Father, as Jesus Christ is reporting to God the Father, that I have completed the task that is assigned to me and I'm handing myself over to you after that. सोचे कि यहाँ पर क्या हो रहा है, तो हमें पता चलता है कि प्रभु यीशु मसीह ने अपने को दी हुई उस काम को निपटाने के बाद अपने मालिक और यीशु मसीह के सिर अपने पिता से कहते हैं कि जो काम मुझे सौंपा गया था वो मैंने पूरा किया है। ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാം, നമ്മളുടെ ജീവിതത്തിൽ അനുദിന വേളകളിൽ ഓരോ ദിവസവും തീർന്ന ശേഷം നമ്മുടെ യജമാനനോട് ഇങ്ങനെയൊരു റിപ്പോർട്ടിംഗ് സംവിധാനം നമുക്കുണ്ടോ എന്ന് ആദ്യം നമ്മളെ ഒന്ന് പരിശോധിക്കണം. The first question to the listeners is, in our daily lives, after each moments of work is done, is there such a reporting mechanism in our life? Do we report to our master like this? सबसे पहले हम अपने आप को जांच सकते हैं कि क्या हमारी जिंदगी में हमारी ऐसी एक शैली है, प्रतिरोज के कामों को निपटाने के बाद हम अपने मालिक के पास आकर कहते हैं कि देखिए आज का मैंने जो काम है सौंपा, पूरा किया है। എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു തലം അനുദിനം അനുനിമിഷം ഓരോ സംഭവങ്ങളിലും പ്രത്യേകിച്ച് ആ ദിവസം എല്ലാം പൂർത്തീകരിച്ച് അവസാനം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ അന്നന്ന് നടന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട് ആസ് ഇറ്റ് ഈസ് അവതരിപ്പിക്കുന്ന ഒരു രീതി ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നിട്ടുള്ള ജഡത്തിലെ 2 കുട്ടികൾക്കും ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് അപ്പനോടോ അമ്മയോടോ സംസാരിക്കുകയല്ല,
ആദ്യം മുട്ടുമടക്കി ഇതാ അന്നുള്ള കാര്യങ്ങൾ ദൈവത്തെ അറിയിച്ച് നിങ്ങൾ ആ റിപ്പോർട്ട് സമർപ്പിക്കണം, നന്ദി പറയും. So the pastor is saying that in his life, God has taught him that after each days of work, he comes back from the work and bows his knee to the God and report to the God exactly what he did that day. He has also taught his children, both his children, how to do that, and he does that before even reporting to his parents or anybody else. तो परमेश्वर ने पासवान ने कहा कि उनकी जीवन की बात ऐसी है कि परमेश्वर ने उन्हें सिखाया है कि प्रतिरोज उनका जो काम है वो निपटाने के बाद परमेश्वर के सामने आकर घुटने टेक कर विवरण देते हैं कि ये जो है आज का जो काम है मैंने निपटाया है परमेश्वर के, और परमेश्वर को धन्यवाद देते हुए। और उनके दोनों भी शरीर में जो बच्चे हैं उनको उन्होंने ये सिखाया, सबसे पहले घर लौटने के बाद किसी और से, माता पिता से बातें किए बिना घुटने टेक कर परमेश्वर को धन्यवाद दे दो, और आज उस दिन का जो बात है निपटाया है वो परमेश्वर के साथ बातचीत करो। ഇത് ഒന്നാമത് നമ്മളിൽ കാണിക്കുന്നത് നമ്മൾ ദൈവരാജ്യത്തിന്റെ അതോറിറ്റിക്ക് കീഴിലാണ് എന്നും, മറ്റൊന്ന് കാണിക്കുന്നത് നമ്മളുടെ താഴ്മ, മറ്റൊന്ന് കാണിക്കുന്നത് ഇതാ അങ്ങയുടെ തിരഹിത പ്രകാരം ഈ ലോക ജീവിതം ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള സബ്മിഷനുമാണ്. ഇങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിക്കുന്നുവെങ്കിൽ, ഇവൻ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ മരണം ക്രിസ്തുവിനെ കീഴടക്കി, പക്ഷേ മരണത്തെയും കീഴടക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവിന്റെ കീഴിലായിരുന്നു ക്രിസ്തു. അനുദിന റിപ്പോർട്ട് കൊടുത്തത് സ്വർഗസ്ഥ പിതാവ് മരണപാശങ്ങളെ അഴിച്ച് ആ ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ചു. So the reason we do this is firstly to signify our submission towards the heavenly kingdom, second towards the body of Christ, towards the heavenly kingdom, and secondly it is to signify our humility, and thirdly our submission towards God. And if we do this, then just like Jesus Christ, who even after he died, God broke the bindings of death and he rose from death to life in victory. In the same manner, we will also be like that. ऐसे करने से पहली बात ये है कि हम दिखाते हैं हमारी जिंदगी से कि हम किसी अधिकार के अधीन में हैं, और दूसरी बात ये है हमारे जीवन में नम्रता को दिखाता है, दीनता को दिखाता है। अगर हम ऐसे करेंगे तो जैसे यीशु मसीह ने जब अपना काम निपटाया तो मृत्यु ने उसकी कब्जा की, फिर भी मृत्यु पर अधिकार रखने वाले पिता परमेश्वर ने उसे वापस जिलाया। इसी प्रकार हमारी भी जिंदगी में होगी। ഇത് നമ്മളുടെ ദൈവം ആഗ്രഹിക്കുന്നു, എല്ലാവരും അധികാരത്തിന് കീഴ്പ്പെടണമെന്ന്. ഇതിന്റെ ഒരു നിഴലായി വേണമെങ്കിൽ നമുക്ക് കരുതാം ഈ ഭൂമിയിലെ യജമാനന്മാർ തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് അന്നുള്ള ഡെയിലി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. So God desires this, that we are all submitted to the authority of Christ Jesus, and as a shadow of this, even on earth, the bosses and the masters ask their subordinates and servants for reports daily. ये क्योंकि इसका कारण ये है कि परमेश्वर चाहता है कि हम अधिकारों के अधीन में रहें। तो इस बात की छाया में हम देख सकते हैं इस धरती पर भी जो मालिक लोग हैं वे अपने दासों से प्रतिरोज का रिपोर्ट मांगते हैं, विवरण मांगते हैं। ഇപ്പോഴേ നമുക്കൊരു ശീലം അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ആ ശീലമില്ലാത്തവർക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് നിശ്ചയമായും കൊടുക്കേണ്ടി വരും. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ഈ ജീവിതത്തിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നമ്മുടെ ഹെഡിന്റെ കീഴിൽ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ഇപ്പോഴേ ഇതൊന്ന് പരിശീലിച്ചാൽ നമ്മുടെ ജീവിതം കുറെ എളുപ്പമായി തീരുവാൻ ഇടയാവും. So
it is good to have this practice, because even if you do not have this practice, you will have to give this report later, because as the word of God says that uh, whatever we did while we were in this flesh, whether it is good or bad, we'll have to stand before the throne of Lord Jesus Christ and give an account of it. इसलिए ही जो जो लोगों को आदत है इस तरह का विवरण देने का, रिपोर्ट देने का, उनके लिए अच्छा है। जिनको आदत नहीं है, हम सभी को उस दिन में परमेश्वर के आगे हिसाब देना होगा, जिस प्रकार वचन में लिखा है, जब हमने शरीर में है तो हमने किए हुए भले बुरे कामों का हमें बदला पाने के लिए प्रभु यीशु मसीह जो हमारा सिर है, उसके सिंहासन के आगे खड़ा होना होगा। ഇവിടെയാണ് യേശുക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃകയാണ്. നല്ലൊരു ദാസനെ പോലെ, നല്ല ഒരു ശരീരത്തെ പോലെ, തലയ്ക്ക് കീഴിലുള്ള നല്ലൊരു ശരീരത്തെ പോലെ യേശുക്രിസ്തു പറയുന്നു, എന്റെ പിതാവ് എന്റെ തല എനിക്ക് കാണിച്ചു തരുന്നതല്ലാതെ ഞാനൊന്നും ചെയ്യുകയില്ല. എന്റെ തല എന്നോട് പറയുന്നതല്ലാതെ എനിക്കൊന്നും പറയാനും കഴിയത്തില്ല. അതെല്ലാം ചെയ്തതിന് ശേഷം ആ തലയെ റിപ്പോർട്ട് ചെയ്യുന്നു, അപ്പൊ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എത്ര നല്ല മോഡലാ നമ്മുടെ കർത്താവായ യേശു. So Jesus Christ is being a role model for us in this aspect. As what Jesus Christ is doing is, after he completed his task, he is reporting to God the Father. And as Jesus Christ says, I cannot do anything without that God the Father does not show me. So after he completed this task, he's reporting back to God the Father, and he's a good role model for us. देखिए इस बात के लिए कितना अच्छा आदर्श है हमारे लिए। प्रभु यीशु मसीह अपना काम को निपटाने के बाद अपने पिता से, अपने सिर से कहते हैं कि जो काम मुझे सौंपा था पूरा किया है, पूरा हुआ है। तो कितना अच्छा नमूना है हमारे लिए प्रभु यीशु। ഇതാ ഇവിടെ യേശുക്രിസ്തു ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, പൂർത്തീകരിക്കപ്പെട്ടു എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട്, പിതാവിന് റിപ്പോർട്ട് കൊടുത്തിട്ട്, ഇതാ ആ പിതാവ് തന്ന ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. എന്നാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതം എങ്ങനെയാണ്? നമ്മൾ സ്വർഗീയ പിതാവ് ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ ആ ജോലി പൂർത്തീകരിച്ചിട്ടാണോ നാം പോകാൻ പോകുന്നത്? നമ്മൾ പലരും പറയുന്നത്, യേശു പറയുന്നത് പോലെ പറയാൻ വേണ്ടി ഈ ഭൂമിയിലെ ജീവിതം യാഗമാക്കി ഇതാ ഞാൻ വരുന്നു എന്നാണോ പറയുന്നത്? പകരം മറ്റേതെങ്കിലും എക്സ്ക്യൂസുകളാണ്. So here if you look at it, after Jesus Christ said it is finished, he is handing over his spirit to God the Father, and that's how he's completing his ministry. And what about us? Are we also completing the task given to us by God the Father through Lord Jesus Christ? Are we completing, or are we doing something else? Or are we completing our task, and will we be able to say that we have completed our task or not? हम अपने बारे में सोचे, क्या हम यीशु मसीह ने पूरा हुआ ये कहने के बाद अपने प्राण को पिता के हाथ में सौंप दिया, त्याग दिया? तो क्या हमारी बात ऐसी है, हम पिता परमेश्वर के आगे आकर कह सकते हैं कि जो काम मुझे दिया था प्रभु जी इस दुनिया में निपटाने के लिए, वो मैंने किया है, पूरा किया है? या हम कुछ न कुछ बहाने कहने वाले हैं? നമ്മളുടെ നല്ലൊരു പങ്കിന്റെയും ജീവിതം ഇതൊന്നുമല്ല പറയണേ. ബ്രദറെ, സമയമൊന്നുമില്ല, വേറെ സമയം കിട്ടിയില്ല. ഓ, എന്നാ കടവാരാന്നറിയോ? വേറെ ക്രെഡിറ്റ് കാർഡിന്റെ പൈസ അടയ്ക്കാനുണ്ടോ? വേറെ മൊത്തം ശരീര രോഗമാണ്. എന്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് ഈ ഒരു ഭാഗമായിട്ട് നല്ലൊരു പങ്കിന് യാതൊരു ബന്ധവും ഇല്ല. Unfortunately, most of our lives are not like that. It's either, brother, I cannot find time to do anything, or it's, brother, the credit card bills are so high, I'll have to work to pay for that, or there is a disease which I'm struggling with, etc., etc. So most of the people who are out there actually have no relationship with this particular aspect. हम में से अधिकांश भाग जो है, अभी कहे हुए बात से हमारा कुछ संबंध नहीं है, क्योंकि हम में से कई लोग कभी कहते हैं कि भाई साहब
मेरे पास बिल्कुल ही वक्त नहीं है, मैं इतने कर्जों में डूबा हुआ हूँ, क्रेडिट कार्ड का बिल ही भरने के लिए मुझसे मुश्किल होता है। या कोई कहेगा कि मैं इतने जो है बीमारों में या फिर दर्दों में पड़ा हुआ हूँ। इस तरह से हम में से कई लोगों को इस बात से कुछ भाग नहीं है, संबंध नहीं है। ചിലര് പറയുന്നത് എങ്ങനെയാണ്, ബ്രദറെ ഞാൻ ഭയങ്കര ടെൻഷനിലാണ്, ഭയങ്കര ടെൻഷനിലാണ്, എന്റെ പ്രശ്നം ബ്രദറിന് അറിയാൻ പാടില്ല എന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. ചിലര് പറയുന്നത് അങ്ങനെയല്ല, ഉഫ് ജോലിയുടെ ഭാരം ബ്രദറെ, ഐ എം സോ സ്ട്രെസ്ഫുൾ, എന്നാ ഭാരാന്നറിയാം എന്റെ ബ്രദറെ. നമുക്ക് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പറയാൻ പറ്റുമോ? ഇക്കണക്കിന് പോയാൽ എന്താ ഇവിടെ നമ്മുടെ പ്രശ്നം? നമ്മൾ ലാഭമില്ലാത്ത ജീവിതത്തിൽ കുടുങ്ങിപ്പോയി. ഇതാ നമ്മുടെ പ്രശ്നം. Some people will say, "Oh, brother, you do not know the tension that I am going under." Or some people says the work is so stressful. So what is the problem here? The problem here is that you have trapped yourself in a life that is profitless. और कुछ लोग कहेंगे कि भाई साहब मेरे जीवन में इतना सारा तनाव है कि मैं आपको बताऊं तो आप समझ ही नहीं पाओगे। फिर कोई कहता है हमारे नौकरी में हमें इतना सारा स्ट्रेस है, आप बता ही नहीं सकते हैं। तो ये सब क्यों होता है? क्योंकि हमने अपनी जिंदगी को लाभ नहीं देने वाले बातों के अंदर हम उलझे हुए हैं, हम फंस गए हैं। നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് ഇവിടെ സംഭവിച്ചത്. ലാഭമില്ലാത്ത ജീവിതത്തിന്റെ കുടുക്കിൽ നാം വീണു പോകരുത്. ലാഭമില്ലാത്ത ജീവിതം നമ്മളുടെ ലാഭം ഉള്ള ജീവിതത്തെ ഞെരുക്കി കളഞ്ഞിരിക്കുകയാണ്, ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിൽ നല്ലൊരു പങ്കിനും ദൈവം ക്രിസ്തുവിനെ ഏൽപ്പിച്ച ജോലി ക്രിസ്തു മനോഹരമായി ചെയ്തു റിപ്പോർട്ട് കൊടുത്തു. ഇവിടെ ദൈവം നമുക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പോലും നല്ലൊരു പങ്കിനും യാതൊരു അറിവുമില്ല. So as this matter is shown on the screen right now, as you can, so the problem here is that for a good majority of us, the unprofitable life is a trap around us. And as it is written here, the unprofitable life crushes the profitable life. That's what's happening to most of us, and because of that, most of us does not even know if that there is a task that is handed down from God our Father through Jesus Christ to us. ये सब इसीलिए होता है क्योंकि हमारी जिंदगी की अवस्था ऐसी है कि बेफायदे की बातों ने हमारे जीवन में जो फायदे का बात है उसको दबा डाल दिया है। तो इसके लिए ही हम में से कई लोगों को मालूम ही नहीं है कि पिता परमेश्वर ने यीशु मसीह के द्वारा हमें एक काम सौंपा है। പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ജഡത്തിൽ ജീവിക്കുന്ന ജീവിതം ലാഭമില്ലാത്ത ജീവിതമാണ്. അത് നിങ്ങളുടെ തയ്യൽക്കടയിലെ ജീവിതമാകട്ടെ, നിങ്ങളുടെ ഓഫീസിലെ പച്ചക്കറി കടയിലെ, നിങ്ങളുടെ കമ്പനിയിലെ, എവിടെ ഞാനും ജോലി ചെയ്താലും അത് ലാഭമില്ലാത്ത ജീവിതമാ, അത് ജഡത്തിലെ ജീവിതമാണ്. Dear brothers, your life in this flesh is a life without profit. Whether be it in an office or whether be it in a grocery shop or a tailor shop, wherever you are working, the fleshly life that we are living is a life without profit. प्रिय भाइयों, हमें ये बात याद रखना है, हमारे ये शरीर से जुड़े हुए जो भी हमारे काम है या जिंदगी है, चाहे वो एक दर्जी का काम करने वाला हो या ऑफिस में जाने वाला हो या फिर और कोई भी सब्जी को बेचने वाला हो, किसी भी प्रकार का काम हो, वो बेफायदे का है। ഇവിടെ നാം ജീവിക്കുന്നത് ദൈവം നമുക്ക് ദൈവേഷ്ടം ചെയ്യാൻ വേണ്ടി തന്ന സമയം നാം വേറൊരാൾക്ക് മറ്റൊരാൾക്ക് വിറ്റ് നാം നമ്മളുടെ ജഡത്തിന്റെ വയറിന്റെ വിശപ്പ് മാറ്റി മാറ്റി മാറ്റി
ഒരു സെമിത്തേരിയിൽ മരണത്തിൽ അവസാനിക്കുകയാണ്. യാതൊരു ലാഭവും ഇല്ല. So here what we are doing is we are spending the time that God has given us to do His will. We are spending it in service of somebody else and filling our stomach with the wages, and finally going to grave without accomplishing the task given to us. हमारे में से कई लोगों की बात ये है, हालात ये है कि हमने ये दुनिया में किसी भी और व्यक्तियों के लिए, उनके लिए काम करते हुए हमारे समय को हमने उसमें बिताते हुए और इस तरह से अंत में कब्रिस्तान में पहुंचते हुए परमेश्वर ने हमारे रखे हुए उस काम को नहीं निपटाते हुए हम चले जाएंगे। ഈ ജീവിതത്തെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞ് ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ജഡത്തിന്റെ ജീവിതത്തിൽ നിനക്ക് ലാഭം ഒന്നുമില്ല. ജഡത്തെ ഫോക്കസ് ചെയ്ത് നീ ജീവിച്ചാൽ നിനക്ക് പ്രോഫിറ്റ് വട്ടപൂജ്യം മൊട്ട. It is about this that Jesus Christ said, flesh profits nothing. If you are living a life focused on flesh, you will not get any profit. Your profit will be zero. इसी के विषय में प्रभु यीशु मसीह ने कहा कि जो है शरीर से कुछ लाभ नहीं है। यदि हम सिर्फ शरीर की बातों के पीछे दौड़ने वाले हैं, हमारी जिंदगी, उसका जो मूल्य है वो एक बड़ा शून्य है। നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഇതാ ആ ജഡത്തിന്റെ ആരംഭം ഒരു സ്ത്രീയുടെ, നമ്മൾ അമ്മ എന്ന് പറയും, ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി, ഒരു ഫെറ്റസ്, ഒരു എംബ്രിയോ ആയി ഇതാ ആരംഭിച്ച് തുടർന്ന് ഏകദേശം 40 ആഴ്ചകൾ കഴിഞ്ഞ് അത് വളർച്ചയെത്തി ഈ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെടുകയും തുടർന്ന് ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ വയറ് നിറയ്ക്കൽ, ബെല്ലി ഫില്ലിംഗ് കോഴ്സ്, അതിൽ യാത്രയായി ഇതാ എങ്ങും എത്താതെ മരണം പിടിച്ച് ഒരു സെമിത്തേരിയിൽ ഒടുങ്ങുന്നു. ലാഭം ഒന്നുമില്ല. So we are showing here the typical course of a person. He starts in the womb of his mother as an embryo or fetus, and then after about 40 weeks he comes to this world, and then he lives his life in following the belly filling course, and after having filled his belly for quite a few years and accomplishing nothing, he goes to the grave. ये स्क्रीन पर अब हम देख रहे हैं साधारण मनुष्यों की जिंदगी की जो है कहानी ऐसी है कि हमारी जिंदगी का आरंभ होता है हमारी माँ के कोख में, गर्भ में एक भ्रूण होकर हम आरंभ करते हैं, फिर वहां से जिंदगी को जीते हैं और सिर्फ पेट को भरने की बातों के पीछे दौड़ते हुए उसी तरह से अंत तक पहुंचते हैं। कब्रिस्तान में अंत होते हैं। कोई भी लाभ की बात नहीं कर पाता है उस सवारी में। ഇതാണ് യേശുക്രിസ്തു യോഹന്നാൻ 6:63 പറഞ്ഞത്, ജഡത്തിന്റെ ഭാഗത്ത് ലാഭമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ജഡം എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നവർ ചോദിച്ചേക്കാം. എന്തിനാണ് ഈ ശരീരം? It is about this that in Jesus Christ said in the Gospel of John chapter 6 verse 63, the flesh counts for nothing. So now you may be wondering, so why do we even have this flesh? इसी के मामले में प्रभु यीशु मसीह ने कहा यूहन्ना रचित सुसमाचार 6:63 में कि शरीर से कोई लाभ नहीं। तो आप में से कुछ लोग सोच सकते हैं, पूछ सकते हैं, तो फिर शरीर से क्या फायदा? അപ്പൊ പിന്നെ ശരീരം എന്തിനാ? തിങ്ക് യോഴ്സ്. അങ്ങനെയെങ്കിൽ ഈ ജഡം ദൈവം തന്നത്. Then why did God give you this flesh? Think yourself and try to get an answer. आए तो हम सोचेंगे कि फिर ये शरीर का उपयोग क्या है, परमेश्वर ने शरीर क्यों दिया? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. ഹെബ്രായ ലേഖനം 10:5 മുതൽ 7 വരെ എന്താണ് ശരീരത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആ ശരീരം ദൈവം തന്നത് നമ്മൾ തന്ന ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാനാണ്. അല്ലാണ്ട് ദൈവം തന്ന സമയം വേറൊരാൾക്ക് വിറ്റ് വയറ് നിറച്ച് ഇവിടെ ചത്തുപോകാനല്ല. So to find the answer to this, firstly look into the life of our Lord and Savior Jesus Christ. If you turn to book of Hebrews chapter 10 verse 5 to 7, it says the purpose of the flesh. It is to actually use this flesh to serve God and accomplish his task on earth that this flesh is given, not to fill our belly and finally go to the grave. इसी के बारे में हम वचन में देखते हैं, प्रभु यीशु मसीह ने कहा, इब्रानियों 10 उसके 5-7 में हम देखते हैं, प्रभु कहता है कि यह शरीर से क्या उपयोग, न कि वहां पर देखने से मालूम पड़ता है सही काम क्या है, उपयोग क्या शरीर का, न कि यहाँ हम पेट भरकर इस तरह से किसी और के लिए मेहनत करते हुए चले जाएं। അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, നീ ആരാധനയല്ല നീ ഇച്ഛിച്ചത്. അതിന്റെ ഷോർട്ട് ഫോം ഞാൻ പറയാം. ദൈവമേ, ഞാൻ ലോകത്തിൽ വരുമ്പോൾ, അതായത് ഈ ഭൂമിയിൽ വരുമ്പോൾ നീ എന്നിൽ നിന്ന് ഇച്ഛിച്ചത് ഹനനയാഗവും വഴിപാടും അല്ല, ആരാധനയല്ല നീ ഇച്ഛിച്ചത്. നീ എനിക്കൊരു ജഡം, ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. അതെന്തിനാണെന്നറിയാമോ? നിന്റെ ഇഷ്ടം ഞാൻ അതിലൂടെ ചെയ്യാനാ. യേശുവിനെ കുറിച്ചാ പറയണേ. ഇപ്പൊ മോളെ, നമുക്ക് ഈ ശരീരം ദൈവം തന്നത് എന്തിനു വേണ്ടിയാ? ശരീരം മാത്രമല്ല, ശരീരം ജീവിക്കാനുള്ള സമയവും ദൈവം ഇഷ്ടം ചെയ്യാൻ. So here Jesus Christ is answering that in Hebrew 10 verse 5 onwards. I'm summarizing it. So here Jesus Christ says that it is not for sin offerings and burnt offerings that you gave me this body, but you prepared this body so that I can do your will and accomplish your task. So our flesh, as well as the time that we have on earth, is given to God, given by God to us to accomplish his task. वहां पर हम पढ़ सकते हैं, सारांश में बताता हूँ कि प्रभु यीशु मसीह जब इस दुनिया में थे तो उन्होंने इस प्रकार कहा कि तूने पाप बलि, होम बलि नहीं चाहा, पर मुझे एक देह मेरे लिए तैयार किया है। वो किस लिए है? ताकि हे परमेश्वर तेरी इच्छा मैं पूरी करूं। तो परमेश्वर ने हमारे लिए भी ये शरीर दिया है, देह इसके लिए दिया है, और देह में जीने का समय भी दिया है ताकि परमेश्वर की इच्छा हम पूरी करें। അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 6 മുതൽ വായിക്കുമ്പോൾ, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ നീ ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. ശരീരം നമ്മളെല്ലാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഈ ശരീരം ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ദൈവിഷ്ടം ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മളിൽ നല്ലൊരു പങ്കിനും അതിന്റെ ഒരു സ്മെല്ല് പോലും. So if we turn to the book of Hebrews chapter 10 first, let me read 6 and 7. It says, with burnt offerings and sin offerings you were not pleased. Then I said, here I am, it is written about me in the scroll. I have come to do your will, my God. And verse 5, it says, therefore when Christ came into the world, he said, sacrifice and offerings you did not desire, but a body you prepared for me. So this body is prepared by God for us to reveal his will on earth and to do his will on earth. But to a vast majority of us, we do not even have a hint of that in our lives. देखिए, इब्रानियों 10 उसके 6 और 7 में इस प्रकार लिखा है, होम बलि और पाप बलियों से तो प्रसन्न नहीं हुआ। तब मैंने कहा, देख मैं आ गया हूँ ताकि हे परमेश्वर तेरी इच्छा पूरी करूं। और 5 में लिखा है, मेरे लिए देह तैयार किया है। तो यहाँ पर यीशु मसीह के द्वारा हमें मालूम पड़ता है, परमेश्वर ने हमें देह दिया है, शरीर दिया है ताकि हम उसकी इच्छा को पूरी करें। लेकिन हम में से कई लोगों को इस बात से कोई भी संबंध नहीं है। ഇവിടെ ലോകമക്കൾ
ഇതൊന്നും അറിയാതെ അവരുടെ വയറ് നിറയ്ക്കൽ കോഴ്സിൽ ജീവിച്ച് ഇവിടെ മരിച്ചൊടുങ്ങുന്നു ഒരു മൃഗത്തെ പോലെ. എന്നാൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ വയറ് നിറയ്ക്കൽ കോഴ്സിൽ നന്നായി വയറ് നിറയ്ക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചും ആരാധിച്ചും അവർ നന്നായി വയറ് നിറച്ച് അവരും ലാഭമില്ലാതെ അവരും ഇവിടെ തീരുന്നു. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു പോകുന്നു. പക്ഷെ അവസാനം കർത്താവ് പറയുന്നു, ഈ വയറ് നിറയ്ക്കൽ കോഴ്സിന് വേണ്ടി എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനൊന്നും അല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്റെ അപ്പന്റെ ഇഷ്ടം നിന്റെ ഈ ജഡജീവിതത്തിലൂടെ ശരീരത്തിലൂടെ ചെയ്താലേ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. അങ്ങനെ ലോകമക്കളും ഭക്തന്മാരെന്ന് പറയുന്ന ദൈവഹിതം തിരിച്ചറിയാത്ത അത് ചെയ്യാത്ത ഭക്തന്മാരും തള്ളും. ദൈവഹിതം ചെയ്തവൻ യേശുവെ പോലെ ഇതാ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു പോകുന്നവൻ അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. So the children of this world, they follow the belly filling course, and they spend their entire time on earth trying to fill their belly and then go to the grave having profited nothing. And the children of those who claim to be children of God, they pray to God to do the belly filling course much better than everybody else, and they hence fill their belly better than everybody else, and then they die and go to the grave. And finally, when they reach the throne of Jesus, they say, Lord, Lord, and he tells them, it is not, in Matthew verse 7:21, he says that it is not those who call me Lord, Lord, who enter the kingdom of heaven, but those who do the will of my Father. So neither of these group, actually, most of these group, none of these group end up doing the will of God the Father and hence profiting nothing. देखते हैं कि संसार के संतान जो है वे यहाँ पर इस दुनिया में पेट भरने की दौड़ में वे हैं, और वो करते करते वे अंत में कब्रिस्तान में पहुंचेंगे। और परमेश्वर के जो संतान कहलाने वाले हैं, उनमें से भी अधिकांश लोग, कई लोग, वे परमेश्वर से प्रार्थना करते हैं, धन्यवाद और स्तुति करते हैं, और ये मांगते हैं कि हे खुदा, मुझे अपनी पेट भरने के लिए अच्छी तरह से मुझे बलवंत करना, सहायता करना। और वो अच्छी तरह से अपनी पेट को भरते हुए वे भी जाते हैं, अंत होते हैं, मृत्यु में उनका अंत होता है। ये दोनों भी फिर ये जाकर यीशु मसीह के आगे कहेंगे, है प्रभु प्रभु, मैंने तुझे पुकारा तो था, लेकिन यीशु कहेगा, जो मेरे पिता की इच्छा करता है वो ईश्वर के राज्य में प्रवेश करने पाएगा। इस प्रकार संसारी लोग और परमेश्वर की इच्छा को नहीं करने वाले, उसके संतान कहलाने वाले, दोनों भी प्रभु के राज्य में प्रवेश नहीं करने पाएंगे। പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഒരു ഭൗതിക എക്സാമ്പിൾ പറയാം. ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് അവക്കാഡോസ് തൈകൾ, കാലം നോക്കിയാൽ അതിപ്പോ ഫലം ഇടേണ്ട കാലമായി. പക്ഷെ നല്ലൊരു പങ്കും ഞാൻ ഇടയ്ക്ക് അവിടെ പോയി നോക്കുമ്പോ അതിപ്പോഴും ഇത്രമായിട്ട് നിൽക്കും. കാരണം അതിന്റെ മുകളിലേക്ക് പച്ചപ്പടപ്പ് വന്ന് അങ്ങ് കേറി അതിനങ്ങ് മൂടും. ഞാൻ അവിടെ ചെല്ലുമ്പോ ഓരോ പ്രാവശ്യവും പച്ചപ്പടർപ്പ് അതിൽ നിന്ന് പറിച്ചു കളയാൻ ശ്രമിക്കും, റെഡിയാക്കിയിട്ട് പോരും, വീണ്ടും അതൊന്ന് പോകും. ഇതേപോലെയാണ് ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അവരത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോ തന്നെ ബെല്ലി ഫില്ലിംഗ് കോഴ്സ്, വയറ് നിറയ്ക്കൽ കോഴ്സിന്റെ പ്രശ്നങ്ങൾ അങ്ങ് വന്നിട്ട് അവരെ അങ്ങ് മൂടി, അവരുടെ സമയത്തെ അപഹരിച്ച്, അവരുടെ മനസ്സിനെ അപഹരിച്ച്, അവർക്കുള്ളത് എല്ലാത്തിനെയും ഞെരുക്കി ദൈവം വെച്ച കോഴ്സിനെ മൂടിക്കൊണ്ടിരിക്കുകയല്ലേ മോനെ മോളെ നമ്മുടെ ജീവിതത്തിൽ. So let me explain with an example. I had planted avocados quite some time back. It was small saplings, and by now it's time for them to actually give fruit. But each time when I go there, the sapling is still only this big, and the green creepers and the greenery of the grass, they come and cover over it. Each time I go there, I try to remove all those creepers and give the avocado space, but the next time the same thing happens. And this is exactly what's happening in the lives of many children of God who want to do the will of God, but then the pressures of the belly filling course shows up, and it steals away their time and their resources, and they end up spending most of their time on
on trying to fulfill the belief filling course rather than do the will of God. आपको ये बात समझने के लिए एक उदाहरण देना चाहता हूँ। मैंने एक जगह में कुछ समय पहले कुछ एवोकाडो के पौधों को लगाया था। समय के हिसाब से तो अभी उसमें फल लगने का समय तो हो चुका है, लेकिन मैं जाता हूँ कई बार जब जाता हूँ देखता हूँ तो वो अभी भी इतने ही हैं, वो छोटे ही हैं, उनमें कोई फल नहीं लगता है। इसका कारण जब जब जाता हूँ तो देखता हूँ उन पौधों के ऊपर दूसरे घास और दूसरे झाड़ों ने आकर उन पर कब्जा किया है। मैं जाता हूँ तो उन्हें निकालता हूँ, अगली बार जाता हूँ तो वापस देखता हूँ कि यही हुआ है अवस्था। तो ऐसे ही है, परमेश्वर की इच्छा करने के लिए चाहने वाले अनेक लोग तो हैं, लेकिन ये संसार की बातों में वे उलझन में फंस जाते हैं। उनका मन, उनका समय को सब वे ले जाते हैं। ഇതേപോലെ തന്നെയാണ് ഈ ലോകത്തിലെ വയറു നിറയ്ക്കൽ കോഴ്സ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചിന്തകളും ചുറ്റുപാടുകളും വന്ന് നമ്മളുടെ പ്രോഫിറ്റ് ഉള്ള ജീവിതത്തെ ഞെരുക്കിക്കളയും. ചുരുക്കി പറഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ലാത്ത ജീവിതം പ്രോഫിറ്റ് ഉള്ള ജീവിതത്തെ ഞെരുക്കിക്കളയുന്നു എന്ന ചിന്ത നാം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവർ പലപ്പോഴും പറയുന്ന വേർഡാണ് തുടക്കത്തിൽ പറഞ്ഞത്. ബ്രദറെ, വീട്ടിലെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത ടെൻഷനാണ്, ഓഫീസിലെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത ടെൻഷനാണ്, ബ്രദറെ ലോണ് തിരിച്ചടച്ചിട്ടില്ല, ബ്രദറെ ക്രെഡിറ്റ് കാർഡിന്റെ പലിശ കയറി വരുന്നു, എന്താ ചെയ്യണേന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെ പ്രോഫിറ്റ് ഉള്ള ജീവിതത്തിൽ മുന്നേറാൻ കഴിയും? കാരണം ആ വ്യക്തിയുടെ ജീവിതം ആ മുള്ളുകൾ വന്ന് ആ അവക്കാഡോ ചെടിയെ മൂടിയതുപോലെ നിന്റെ പ്രോഫിറ്റുള്ള ജീവിതത്തെ, ലാഭമുള്ള ജീവിതത്തെ ലാഭമില്ലാത്ത ജീവിതം വന്ന് മൂടുകയാണ്. So this is how the life of many people on earth is. You have somebody may want to do the will of God, but then matters related to the belief filling course comes up, and it takes away their time and the resources, and they end up not having time to do the will of God. And it is so the profitless life ends up crushing the profitful life. And those who end up in such situation, they end up these are the ones who says that, brother, I have too many debt to pay off, my credit card bills are too high, there is too much work in the office, you don't know about the problems at house, and all these matters finally end up all these profitless matters finally end up leaving you no time for actually doing the will of God, which is the profitful life. इस तरह से वे पेट भरने की दौड़ के पीछे जाते हुए लाभदायक जिंदगी को, लाभदायक बातों को भूल जाते हैं। ऐसे लोग कहते हैं कि भाई साहब, मैं क्या बताऊं, घर की बात सोचूं या फिर मैं नौकरी की बात सोचूं तो मुझे और किसी के लिए भी फुर्सत नहीं मिलता है। मेरा जो कर्ज है, मेरा क्रेडिट कार्ड है, ये उसका बिल भरना है, ये सब मैं जब सोचता हूँ तो मैं कैसे कर सकता हूँ और भी कुछ। तो ऐसे बातों में जो डूबे हुए हैं, वे लाभदायक बातों के लिए कैसे वो अपना वक्त को बिता सकते हैं? इसीलिए ही कहा गया है, लाभदायक बेफायदे की बातों को, हमारे फायदे की जिंदगी को दबा नहीं देना चाहिए। പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജയിക്കണമെങ്കിൽ നമുക്ക് ഒരു ബാലൻസ്ഡ് ലൈഫാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത്. ആദ്യത്തെ തിരിച്ചറിവ് വേണം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിൽ ലാഭമില്ല. രണ്ടാമത്തെ തിരിച്ചറിവാണ്, ലാഭമുള്ള ജീവിതം ജഡത്തിലെ ജീവിതമല്ല, ലാഭമുള്ള ജീവിതം ആത്മാവിലെ ജീവിതമാണ്. ഇതാണ് യേശുക്രിസ്തു യോഹന്നാൻ 6:63 പറഞ്ഞത്. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ് ബട്ട് ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ആത്മാവിലെ ജീവിതമാണ്, മറഞ്ഞു കിടക്കുന്ന ജീവിതമാണ്, ഒളിഞ്ഞു കിടക്കുന്ന ജീവിതമാണ്, ദൈവരാജ്യത്തിലെ ജീവിതമാണ് നിനക്ക് പ്രോഫിറ്റ് ഉള്ളത്. ഈ ഒരു തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. So to resolve this matter, you should have a balanced life.
And for that, the first thing you should realize is that flesh profits nothing. You are not going to get any profit out of the fleshly life. It is the spiritual life that will give you profit, and hence more focus should. The second thing we should realize is that it is a spiritual that gives us that uh, that gives you profit, and finally matters in the when you are in the kingdom of heaven. इसके लिए हमें जरूरत है कि हम एक संतुलित जिंदगी को जी पाए। ये ऐसे करने के लिए सबसे पहले समझना है कि लाभदायक बातें क्या है। ये समझना है कि हमारी शरीर के से जुड़ी हुई जिंदगी वो लाभदायक नहीं है, बल्कि हमारी आत्मा से आध्यात्मिक बातों से जुड़ी हुई बातें हैं जो सच में फायदे का है, जो लाभदायक है। तो उसके ऊपर हमको ध्यान देना है। നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതാ 2 ലൈൻ കാണാം. ഒന്ന് ഫ്ലഷ് ലൈൻ, മറ്റൊന്ന് സ്പിരിറ്റ് ലൈൻ. ഈ ഫ്ലഷ് ലൈൻ ഇതാ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി ആരംഭിച്ച് അത് സെമത്തേരിയിൽ മരണത്തിൽ അവസാനിക്കുന്നു. അതിന്റെ ആൽഫ ആൻഡ് ഒമേഗ ഇവിടെ ഉണ്ട്, സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്. എന്നാൽ ഇതാ സ്പിരിറ്റ് ലൈൻ നമ്മൾ ദൈവത്താൽ ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുകയും അതാണ് ക്രിസ്തു നമ്മുടെ ആൽഫ. തുടർന്ന് ഇതാ അത് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിന്റെ തലയോളം വളരുന്നു. ഇതാ അത് എന്നേക്കും വളർന്നുകൊണ്ടേയിരിക്കുന്നു. അത് നിത്യം ക്രിസ്തുവോടുകൂടി ആ ജീവിതത്തിന് അവസാനമില്ല. അതാണ് നമ്മുടെ ഒമേഗ. നമ്മുടെ ഒമേഗയ്ക്ക് അവസാനമില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ആൽഫ ആൻഡ് ഒമേഗ. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. തുടർന്ന് ക്രിസ്തുവിൽ വളരുന്നു, അവൻ എന്നേക്കും നിലനിർത്തുന്നു. അതാണ് നമ്മുടെ ആത്മാവിന്റെ ലൈഫ്. അപ്പോൾ മനസ്സിലാക്കുക, ഇതാ നമുക്ക് ജീവിതം 2 ഭാഗത്തുണ്ട്. ഒന്ന് ലാഭമില്ലാത്ത ജഡജീവിതവും ലാഭമുള്ള ആത്മജീവിതവും. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചത് ഈ ലാഭമുള്ള ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ച് ജനത്തിന് അറിയില്ല. ലാഭമില്ലാത്ത ജഡത്തിലുള്ള ജീവിതത്തെ കുറിച്ച് മാത്രം അറിയുന്നു, അതിൽ വളരാൻ ശ്രമിക്കുന്നു, അതിൽ ഒടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. സാത്താൻ അവരുടെ മേൽ ജയമെടുക്കും. So we have the flesh line which starts with the embryo and finally ends in the graveyard. So it is a finite line. It doesn't it doesn't continue forever. But then there is the spirit line which starts at Jesus Christ, and it doesn't end with death, but it continues forever with Jesus Christ. So Jesus Christ is our alpha and our omega. So but what's happening right now is that most people ends up focusing on the flesh line rather than the spirit line, and they end up profiting nothing. स्क्रीन में आप देख सकते हैं, इस चित्र में 2 रेखा है। पहले शरीर की रेखा में हम देख सकते हैं उसका शुरुआत और अंत। वहां पर हम देख सकते हैं शुरुआत माँ के कोख में भ्रूण के रूप में शुरू होकर फिर कब्रिस्तान में दफनाया जाता है। वहां पर अल्फा और एंत यानी कि आदि और अंत वहां पर हम देख सकते हैं। और नीचे हम देख सकते हैं आत्मा की रेखा, वो शुरू होता है और वो खत्म नहीं होता है, वो खत्म होता है प्रभु यीशु मसीह में जो हमारा अल्फा और ओमेगा है। तो हमारी जिंदगी में हमें ध्यान करना है इस आत्मा की जिंदगी रेखा में। അപ്പോ നമ്മൾ എന്തിനാ ശരീരം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആത്മാവിലെ ജീവിതം ജീവിക്കുവാൻ, ആ ജീവിതത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുവാനാണ് ഈ ശരീരം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ശരീരത്തിന്റെ ഇച്ഛകളെ നിറവേറ്റുവാൻ തക്കണം. ഇതാ ദൈവം തന്ന സമയം ദൈവത്തെ വെളിപ്പെടുത്തിന് കൊടുക്കുന്നതിന് പകരം അത് വേറൊരാൾക്ക് വിറ്റ് നമ്മുടെ വയറ് നിറച്ച് ഇവിടെ അവസാനിക്കാനല്ല, അതൊരു പരാജയപ്പെടുന്ന ജീവിതമാണ്. So we should use our flesh not to do the belly filling chores and finally end in the grave here, but the flesh should be used to do the will of the Father, to reveal His will, the will of His Spirit on earth, and only that will be a profitable life. तो हमारी ये शरीर की जिंदगी हमें किसके लिए उपयोग करना है,
हमारी आत्मा या आत्मा की जिंदगी को प्रकट करने के लिए हमें इस्तेमाल करना है, सिर्फ वो ही लाभदायक है। നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അപ്പൊ ജഡത്തിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ, വയറ് നിറയ്ക്കണ്ടേ എന്ന്. ആദ്യം തീർച്ചയായും വേണം. ആദ്യം തിരിച്ചറിയണം, ജഡത്തിലെ ലാഭമില്ലാത്ത ജീവിതം ഭൂമിയിലാണെന്നും അത് ശാപത്തിന്റെ കീഴിലാണ് എന്നും. എന്നാൽ ആത്മാവിലെ ജീവിതം അത് ദൈവരാജ്യത്തിലാണെന്നും അത് അനുഗ്രഹത്തിന്റെ കീഴിലാണെന്നും ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. So now you may be wondering, so don't we have to live in this flesh, and don't we have to fill our belly? Well, you will have to fill the belly, but here is the first realization you should have, that our fleshly life is in this world and is under a curse because this world is under a curse. On the other hand, our spiritual life is in heaven and is hence not under a curse and is blessed. तो आप पूछेंगे, तो क्या हमें यह शरीर की जिंदगी को निपटाना नहीं है, पेट नहीं भरना है? जरूर करना है, लेकिन हमें उस समय में याद रखना है कि यह शरीर की जिंदगी वो ज्यादा लाभ का नहीं है, बल्कि आत्मा की जिंदगी, उसमें अगर हम ध्यान देंगे तो वो हमारे लिए लाभ का है। तो इसके लिए हमारे मन को, हमारे समय को हमें उस बातों के लिए ज्यादा बिताने के लिए मन रखना है। ശരീരത്തിലെ ജഡജീവിതം, ലാഭമില്ലാത്ത ശാപത്തിന് കീഴിലുള്ള ജീവിതം നമ്മളുടെ സമയം മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോയി. ഇതുകൊണ്ടാണ് ദൈവമക്കളോട് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാകരുത്. നിങ്ങളുടെ സമയത്തെ ഈ ജഡജീവിതം അപഹരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സമയത്തെ അതിൽ നിന്ന് ഉദ്ധരിച്ചെടുക്കുക. കാരണം ഇപ്പോൾ പിശാച് വാഴുന്ന സമയമാണ്. Redeeming the time, because the days are evil. So the fleshly life is a profitless life, and it is because we are living in this world, and this world is under the control of Satan, and Satan is ruling this world. But the spiritual life is a profitable life, hence we should redeem our time from the fleshly life to the spiritual life. ये धरती की जिंदगी, यहाँ ये वाली जिंदगी, वो जैसे हमने कहा वो शराब के अधीन में है, वो शैतान के अधीन में है, जबकि आत्मा की जिंदगी वो ऐसे नहीं है। इसके लिए ही हमें आत्मा की जिंदगी के लिए हमारे समय को और जो हमारे सारे इच्छा को उसके लिए लगाना है, उसमें लगाना है, और हमारे शरीर की जिंदगी को, हमारे समय को बर्बाद नहीं करना चाहिए आत्मा की जिंदगी को जीने से। ഇതുകൊണ്ടാണ് എഫേസ്യർ 5:16 എല്ലാവരും അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേർഡ്, ദൈവമക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേർഡ്. അവിടെ നമ്മളോട് ആജ്ഞാപിക്കുന്ന ഒരു കാര്യമാണ്. മലയാളം അത്ര പോരാ, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ റിഡീമിങ് ദ ടൈം ബിക്കോസ് ദി ഡേയ്സ് ആർ ഈവിൾ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നീ ആയിരിക്കുന്ന ഭൂമി ശാപത്തിന്റെയും പിശാചിന്റെയും കീഴിലാണ് ആ ലോകം. നിന്റെ സമയം മുഴുവൻ ആ സിസ്റ്റം അപഹരിച്ചെടുത്തിരിക്കുന്നു. അവിടെ നിന്ന് നിന്റെ സമയത്തെ നീ തിരിച്ചെടുക്കുക, ഉദ്ധരിച്ചെടുക്കുക, റെഡീം ചെയ്തെടുക്കുക. ഒരു തൈരിൽ നിന്നും വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ. So this is explained in book of Ephesians chapter 5 verse 16. It says, making most of every opportunity because the days are evil, or redeeming the time because the days are evil. So what it says is that the world that we are living in is has been conquered, is under Satan, and hence we should make use of every time. We should redeem every time from this world and make use of it for serving the kingdom of God. इसलिए ही ये वचन जो है एफेसियों 5:16 हम सभी को उसको रेखांकन करना है, हम उसको याद में रखना। लिखा है, अवसर को बहुमूल्य समझो क्योंकि दिन बुरे हैं। तो इसीलिए ही ये दिन जो है, ये समय जो है, वो हमें उसको उसका फायदा उठाना है, क्योंकि दिन बुरे हैं, और इस बात को हमें याद रखना है। ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സമയത്തെ ഉദ്ധരിച്ച് നമ്മൾ പലപ്പോഴും സമയത്തെ ഉദ്ധരിച്ചെടുക്കാറുണ്ട്. ബ്രദറെ, ഞാൻ ലീവ് എൻക്യാഷ് ചെയ്തു. എന്തിനാ? കറങ്ങാൻ പോകാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ ലീവ് എടുത്തു. എന്തിനാണ്? കറങ്ങാൻ പോകാനായിട്ട്. ഇവിടെ ദൈവത്തിന്റെ വചനം തൊട്ട് താഴെ പറയാ, ബുദ്ധിഹീനരാകാതെ
നീ ഉദ്ധരിച്ചെടുത്ത സമയം കൊണ്ട് എന്താ ചെയ്യണ്ടേ? അതിന്റെ 17-ാം വാക്യം, നീ ഉദ്ധരിച്ചെടുത്ത സമയം കൊണ്ട് കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവേൻ, അത് ചെയ്യുക. സമയം ലോക സിസ്റ്റത്തിൽ നിന്ന്, ബെല്ലി ഫില്ലിംഗ് കോഴ്സിൽ നിന്ന്, വയറിളക്ക കോഴ്സിൽ നിന്ന് ഉദ്ധരിച്ചെടുത്തിട്ട് ആ സമയം കൊണ്ട് ഈ ശരീരം അകത്ത് നീ ദൈവിഷ്ടം തിരിച്ചറിയുകയും ഈ ശരീരം കൊണ്ട് ഭൂമിയിൽ ആ ദൈവിഷ്ടം ചെയ്യുകയും ചെയ്യുക എന്നതാണ് സഭയോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാം. So I have heard many people say, brother, I have redeemed some time. I am taking a leave and going on a trip. Now, about this, the Bible says in Ephesians chapter 5 verse 17, wherefore be ye not unwise, but understanding what the will of the Lord is. So the time that you redeem, use that to understand the will of God and do the will of God, because only that is only what is profitable. इसीलिए ही कुछ लोगों को ऐसे कहते हुए मैंने सुना है, भाई साहब मैंने समय को निकालकर मैं अभी घूमने जाता हूँ, पर्यटन के लिए जाना चाहता हूँ। तो उसके बारे में ही नीचे लिखा है इफिसियों 5:17 में हमें क्या करना है। समय को बहुमूल्य समझते हुए इस कारण निर्बुद्ध न हो, पर ध्यान से समझो कि प्रभु की इच्छा क्या है। हमें समय को बहुमूल्य समझकर प्रभु की इच्छा समझकर करने में समय को लगाना है। നമ്മളിലെ ലോക മനസ്സ് സമയത്തെ കൺവെർട്ട് ചെയ്ത് കറൻസിയാക്കി, മണിയാക്കി മാറ്റും. നമ്മളിലെ ക്രിസ്തു മനസ്സ് സമയത്തെ കൺവെർട്ട് ചെയ്ത് ജീവനാക്കി തേജസ്സാക്കി മാറ്റും. എന്നാൽ ഇന്ന് നമ്മൾ ഇതിന് രണ്ടിന്റെയും കീഴിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് ബാലൻസ് ചെയ്ത് നാം പോയില്ല എങ്കിൽ നമ്മുടെ ജീവിതം അപകടത്തിലാണ്. So the worldly spirit in our body converts the time and makes it into money. But the Spirit of Christ in our body converts this time and takes this time and converts it into glory. And since we are in this world, we need to balance. It's important that we balance both these. We need to balance things and go forward. शारीरिक व्यक्ति जो है समय को पैसे में, रुपए में बदलते हैं, और जो आत्मिक व्यक्ति है उसे समय को जीवन को प्राप्त करने में उसको लगाना है। तो हमारे लिए ये दोनों भी हमें जरूरी है। इसके लिए हमें ध्यान देना है कि जो पैसे के पीछे जो लाभदायक नहीं, उसके पीछे हमें आत्मा या जीवन को नहीं गंवाना चाहिए। മനസ്സിലാക്കണം, ലാഭമില്ലാത്ത ജഡത്തിലെ ഈ ജീവിതം, ശാപത്തിന്റെ കീഴിലെ ആ ജീവിതം നമുക്ക് വന്നത് ആദത്തിന്റെ അനുസരണക്കേട് നിമിത്തമാണെന്നും, എന്നാൽ ലാഭമുള്ള ദൈവരാജ്യത്തിലെ ജീവിതം നമുക്ക് വന്നത് ക്രിസ്തുവിന്റെ അനുസരണം മൂലമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ ക്രിസ്തു ബാലൻസ് ചെയ്ത് ഉപയോഗിച്ചതുപോലെ നാമും ഉപയോഗിക്കാൻ ഇടയായ ഈ വിഷയത്തിന് ഒരു പരിഹാരമാണ്. So please understand that just like this profitless life became profitless because of Adam's sin, which plunged this world into a curse, the same manner, because of Jesus' redeeming act, we now have the spiritual life which is profitable, and hence try to balance. Just like Jesus Christ, we need to balance our time on earth and make most of it to do the spiritual life. ये समझना है कि हमारे जीवन में ये जो बेफायदे की जिंदगी है वो हमारे जीवन में इसलिए है आदम के अनाज्ञाकारिता के कारण, और हमारे जीवन में जो आत्मिक जिंदगी है वो लाभदायक जीवन है, वो प्रभु यीशु मसीह के आज्ञाकारिता के कारण आया है। तो इसके लिए हमें संतुलन, ये दोनों भी बातों के बीच में संतुलन रखते हुए जीने का प्रयास करना है। യേശു ക്രിസ്തുവിനെ പോലെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ യജമാനന് റിപ്പോർട്ട് കൊടുത്ത് ഇവിടുന്ന് പോകണമെങ്കിൽ യജമാനൻ തന്നെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുവാൻ തനിക്ക് അതിന് തക്കവണ്ണമുള്ള മനസ്സും തനിക്ക് മറ്റു ലോക ചിന്തകൾ തന്നെ ഇടിച്ചു തോൽപ്പിക്കാത്ത സമയവും ആവശ്യമായി.
പക്ഷെ അതേ സമയം യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തത്തിന്റെ കീഴിലുമായിരുന്നു യേശു ക്രിസ്തു. So just like Jesus Christ, if we want to do the will of our master, which has been entrusted to us, we would need to find time to do the will of God, and spend more on our spiritual life. But at the same time, if you read about Jesus Christ, he also had a lot of responsibilities. यीशु मसीह के समान अगर हमें कहने को होना चाहिए कि सब कुछ पूरा हुआ है, तो जिस प्रकार यीशु मसीह ने किया, ये शरीर में रहते हुए ये शरीर की बात और उसके उलझनों को उनको दबाने को नहीं दिया, आत्मा की उनकी जो बातें हैं वो करने के लिए देखते हैं। साथ ही साथ यीशु मसीह को अनेक बड़ी जिम्मेदारियां थी। വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് 12 വയസ്സ് വരെ പറഞ്ഞിട്ട് പിന്നെ കാണുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അതിന്റെ ഇടയിലുള്ള യേശു ക്രിസ്തുവിന്റെ ജീവിതം ബൈബിൾ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഞാൻ മറ്റൊരു മണ്ഡലത്തിലൂടെ മറ്റൊരു ഭാഗത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ ഇടയായപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തലയിലേറ്റേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. തന്റെ ചെറുപ്പത്തിൽ തന്നെ തന്റെ വളർത്തപ്പനായ ജോസഫ് മരിച്ചു. എന്നാൽ ആ ജോസഫ് മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ ഒരു കൈത്തൊഴിൽ അഭ്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കൈത്തൊഴിലായിരുന്നു മരപ്പണി. തുടർന്ന് തന്റെ കുടുംബത്തിൽ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരുടെ എല്ലാ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്ത് തന്റെ ഉത്തരവാദിത്തം മുഴുവനായി ചെയ്ത് തന്റെ 30-ാമത്തെ വയസ്സിലേക്ക് എത്തിയപ്പോൾ തന്റെ അപ്പന് വേണ്ടി, സ്വർഗസ്ഥ പിതാവിന് വേണ്ടി താൻ പൂർണ്ണമായും ഫ്രീ ആയി. ഒരേ ഒരാൾ മാത്രമേ ഇനി തന്റെ ഉത്തരവാദിത്തത്തിലുള്ളൂ, തന്റെ അമ്മ. തന്റെ ക്രൂശീകരണ സമയത്ത് തന്റെ അമ്മയെ തന്റെ അരുമശിഷ്യനായ യോഹന്നാന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കി. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലെ കുടുംബത്തിന് വേണ്ട സകല ഉത്തരവാദിത്വം ചെയ്ത, എന്നാൽ സ്വർഗസ്ഥ പിതാവിന്റെ ആ ഉത്തരവാദിത്വം മറക്കാതെ അത് പൂർത്തീകരിച്ച ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ റിപ്പോർട്ടും കൊടുത്ത് നമുക്ക് മാതൃകയായി കടന്നുപോയ നമ്മുടെ റോൾ മോഡലാണ് നമ്മുടെ കർത്താവായ യേശു. So the role model in this matter is our Lord and Savior Jesus Christ. Now, if you look at the Gospels, we know that there is nothing written in Gospels about Jesus Christ, Jesus' life on earth from the age of 12 to the age of 30. But we know that Joseph, from other sources, that Joseph passed away at an early age, which means that the responsibility of the family of his siblings, both his brothers and sisters, fell on him. And by the age of 8, and he also had learned a trade, which is carpentry work, and he used that work to fulfill all his responsibilities until the age of 30. And after completing all his responsibilities, he went full time into the ministry of his father. And finally, in the cross, the only remaining responsibility, which was his mother, he passed it on to his disciple John, saying that here is your mother, and completed his full responsibility on earth, as well as his responsibility to God the Father, and said it is finished, and went to God the Father. यीशु मसीह के बारे में हम देखते हैं, उनके जीवन में 12 वर्ष से लेकर 30 वर्ष के बीच का काल का हमें कुछ विवरण पवित्र शास्त्र में नहीं मिलता है, लेकिन अन्य स्रोतों से मैंने ये समझा है कि वह छोटे ही उम्र से ही उन्होंने अपनी जिंदगी में जिम्मेदारियों को लेते हुए आए हुए एक व्यक्तित्व है प्रभु यीशु मसीह। उनके पार्थिव पिता के, उनके पालतू पिता के गुजरने के बाद उन्होंने अपने घर को, अपने परिवार को, उनकी भाई बहनें थी, तो उन सब का परवरिश करने का जिम्मेदारी यीशु मसीह के कंधों पर पड़ा। उन्होंने ये काम अच्छे से किया। अपने पार्थिव पिता से उन्होंने बढ़ई का काम, लकड़ी का काम भी उन्होंने व्यवसाय होकर सीखा था। तो ये करते हुए उन्होंने अपनी सारी जिम्मेदारियों को निपटाते हुए फिर 30वें उम्र में अपने स्वर्गीय पिता के काम के लिए अपने आप को पूरी तरह से उन्होंने जो है समर्पण किया है। और अंत में जब क्रूस के समय में, क्रूस के तले हम देखते हैं सिर्फ उनकी माता की जिम्मेदारी उन पर थी, तो वो भी अपने प्रिय चेला यूहन्ना से कहा, देख तेरी माँ।
और यीशु मसीह की माँ की जिम्मेदारी भी उनको सौंपते हुए उन्होंने सब कुछ निपटाया। യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു ബാലൻസ്ഡ് ലൈഫായിരുന്നു. താൻ ജഡത്തിൽ ജോലി ചെയ്തു, തന്റെ കുടുംബത്തിന് വേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു. അപ്പോൾ തന്നെ തന്റെ സ്വർഗസ്ഥ പിതാവിന് വേണ്ട ജോലി സമയത്ത് താൻ ഒരുങ്ങി റെഡിയായി മുന്നോട്ടേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ആർക്കും ഒഴികഴിവില്ല. എനിക്ക് വലിയ കുടുംബഭാരമുണ്ട്, എനിക്ക് വലിയ കടബാധ്യതയുണ്ട്, എനിക്ക് പല പല ടെൻഷനുകളുണ്ട് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്കാർക്കും യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇത്ര വലിയ തിരക്കുകളുടെ നടുവിൽ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്തിന്റെ നടുവിൽ നമ്മളോട് പറഞ്ഞത് അവരെ ആരെയും നോക്കാനല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശു ക്രിസ്തുവെ നോക്കുക. അദ്ദേഹം എന്താ ചെയ്തത്? തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് ഇപ്പോഴത്തെ സകല ബഹുമാനങ്ങളും അലക്ഷ്യമാക്കി ആ ക്രൂശിനെ സഹിച്ച് ആ പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ട് അവസാനം ആ റിപ്പോർട്ടും കൊടുത്തു, പപ്പാ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ ബ്യൂട്ടിഫുൾ ലൈഫ്. So Jesus Christ's life was a balanced life. He completed his responsibilities on earth by the age of 30 and devoted full time to the ministry of his Father. In the same manner, therefore, we also do not have an excuse. We do not have an excuse on we have this matter, that matter. We also need to live a balanced life, completing our responsibilities on earth and focusing on the purpose that God our Father said. And since we are, in this large assembly of saints, it is said, Bible says to focus not on them but on the perfecter of our faith, who perfecter of our faith, Jesus Christ, who despised the shame of the cross and the torture for the sake of the joy that is set before him, and completed his task on earth and reported to his Father that it is finished. और इसलिए ही हमें यीशु मसीह ने जिस तरह से एक संतुलन की जिंदगी को जिया, हमें भी ये संसार में जब जीते हैं पार्थिव जिंदगी में, तो संतुलन के जीवन को जीना है। हमारे यीशु मसीह ने अपने परिवार के प्रति सारी जिम्मेदारी को पूरी की। उसके बाद में उन्होंने अपने पिता के, स्वर्गीय पिता की इच्छा करने को पूरी तरह से तैयारी में उन्होंने समर्पण किया, अपने आप को उपलब्ध किया। इसीलिए ही जिस प्रकार वचन में लिखा हुआ है, गवाहियों की इतने बड़े बादल से हम घेरे हुए हैं, तो उनको नहीं देखना है, बल्कि हमारे विश्वास के कर्ता और सिद्ध करने वाले प्रभु यीशु मसीह की ओर ताकते हुए, जिसने उसके सामने जो आनंद रखा है उसको धरते हुए निंदा को, क्रूस की निंदा को, उससे लज्जित न होते हुए उसने परमेश्वर की इच्छा करने को अपने आप को समर्पण किया। हमें भी इस तरह का मन होना चाहिए। നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി? എങ്ങനെ നമുക്ക് സമയത്ത് റിഡ്യൂം ചെയ്യാൻ പറ്റും? പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കട്ടെ. എന്റെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെയാണ് സമയത്ത് റിഡീം ചെയ്യാൻ സഹായിച്ചതെന്ന്. ഫസ്റ്റ്, ബൈബിൾ പറയുന്നു, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ച് ഉയരരുത്. സിമ്പിളാണ്. എന്റെ സഹോദരി 15 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചു, അല്ല എങ്കിൽ 50 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി. എനിക്ക് 25 ലക്ഷത്തിന്റെ കാർ വേണം, എനിക്ക് 75 ലക്ഷത്തിന്റെ വീട് വേണം എന്ന നമ്മളുടെ മനോഭാവമുണ്ട്. അങ്ങനെയുള്ള കോമ്പറ്റിറ്റീവ് മനോഭാവം നമ്മളെ ലോക സിസ്റ്റത്തിൽ കുട്ടുക്കും, നമ്മളെ അവസാനിക്കും. എന്നാൽ ബൈബിൾ പറയുന്നത് പോലെ ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചുയരാതെ അവനവൻ എങ്ങനെ ഭാവിക്കണം എന്ന ദൈവം വെച്ച വ്യവസ്ഥയിൽ ആ രീതിയിൽ നമ്മൾ ഭാവിക്കാൻ തയ്യാറാണെങ്കിൽ അത് സമയം ഉദ്ധരിച്ചെടുക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. So now you may be asking me, how do I redeem the time in my life? So let me give you a tip from my life. The first thing is, as Bible says, do not pretend more than you ought to pretend, or above what you ought to be. So like for example, my sister bought a built a house that is for 50 lakh rupees. She bought a 15 lakh worth car. I should buy a house at least 70 lakh rupees. That is, I should buy a car that is at least 25 lakh rupees. Don't be like that. But as the Bible says, only do not pretend more than you ought to, but focus on
on the reality and do not fall into a competitive mindset, comparing yourself with others. That's tip number one. तो आप पूछेंगे तो मैं अपने समय को कैसे बहुमूल्य समझकर जी सकता हूँ, ये समझाने के लिए एक टिप्पणी देना चाहता हूँ। मेरी जिंदगी में जो मैंने किस तरह से प्रभु ने मुझे समय को बहुमूल्य समझने को दिया है, सबसे पहली बात यह है, हमें जैसे वचन हमें याद दिलाता है, जो जैसा समझना चाहिए उससे बढ़कर नहीं समझना चाहिए। उदाहरण के तौर से मेरी बहन ने एक गाड़ी खरीदी, एक कार खरीदी जो 15 लाख का है, और उसने घर बनाया है 60 लाख का। तो मुझे गाड़ी खरीदना है कम से कम 25 लाख का, और घर तो मेरा कम से कम 75 लाख का होना चाहिए। ऐसे अगर हम सोचेंगे तो हम ये संसार की चिंताओं से हम घेरे जाएंगे। तो ऐसा नहीं हमें करना चाहिए। ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ കടക്കാരാക്കും, ലോകം നമ്മളെ പ്രസ് ചെയ്യും. എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ 100 രൂപയുടെ സാധനം ലോണിന് വാങ്ങിച്ച് എല്ലാ മാസവും 5 രൂപ വെച്ച് ലോൺ അടയ്ക്കാം എന്ന് തീരുമാനിച്ച് കടക്കാരനാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ കയ്യിൽ 10 രൂപയുള്ളെങ്കിൽ 3 രൂപയുടെ സാധനം വാങ്ങിച്ച് ബാക്കി 7 രൂപ സമയത്ത് റിഡീം ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കുക. So the mentality, like what I mentioned earlier, ends up making you into a debtor. Basically, if you have 10 rupees in your hand, do not think about buying something that is 100 rupees, thinking that, oh, I will pay EMI of 5 rupees each month, but rather buy something that is worth 3 rupees and save the remaining 7 so that you will be able to redeem your time later. अगर हम ऐसे करेंगे, ऐसे बातों के बीच में पीछे हम जाएंगे, तो हमारा समय को हम बर्बाद करेंगे और हम कर्जदार भी हो सकते हैं। उदाहरण के तौर से यदि हमारे पास 10 रुपए का आयत है और अगर हम सोचते हैं मुझको 100 रुपए का कुछ चीज मुझे पाना है, कमाना है, और उसके लिए अगर हम लोन लेते हैं, कर्ज लेते हैं, मानते हुए कि मैं हर महीना 5 रुपए भरूंगा लोन, तो ऐसा नहीं करते हुए हमें, हमारे पास 10 रुपए अगर आयत है तो 3 रुपए को उसके अंदर हमारा सारा जो है निपटाना है, फिर 7 रुपए को समय को बहुमूल्य करने के लिए इस्तेमाल करना है। സമയത്തിന്റെ കുറവ് ഞാൻ കട്ട് ഷോട്ട് ചെയ്യട്ടെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അടുത്തൊരു സ്റ്റെപ്പ് ബൈബിൾ പറയുന്നു, സകല ഭാരവും നിന്നിൽ നിന്ന് ഒഴിവാക്കണം. ഉണ്മാനും ഉടുപ്പാനും, അതായത് നിന്റെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ളത് ഒഴിവാക്കണം. ഇത് തിരിച്ചറിഞ്ഞപ്പോ റഷ്യയിൽ ബിസിനസ് തുടങ്ങുവാൻ വിസ സ്റ്റാമ്പ് ചെയ്ത ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകുവാൻ ദൈവവചനപ്രകാരം ഇടയാക്കിയില്ല. ദുബായിലുള്ള ബിസിനസ് അത് മറ്റൊരാൾക്ക് കൊടുത്തു. റാസൽ ഖൈമയിലുണ്ടായിരുന്ന ബിസിനസ്സുകൾ ഓൾമോസ്റ്റ് ഇതാ ആ ഭാരങ്ങൾ മറ്റു പലർക്കും കൊടുത്ത. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന നിലയിൽ എന്റെ സമയത്തെ ഉദ്ധരിച്ചെടുക്കുവാൻ എന്റെ ഭാരങ്ങൾ ഞാൻ ഇറക്കി വെച്ചു. അതുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ഈ ശരീരം കൊടുക്കുവാൻ, സമയത്തെ ഉദ്ധരിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ എനിക്ക് കഴിഞ്ഞു. 30 വർഷത്തോളം യേശു ക്രിസ്തു തന്റെ കുടുംബത്തിന് വേണ്ടി ഇതാ താൻ പ്രായപൂർത്തിയായത് മുതൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിന്നു. എന്നാൽ 30ാമത്തെ വയസ്സിൽ താൻ പെർഫെക്റ്റ് ആയിട്ട് താൻ തന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യുവാൻ, തന്റെ ആ ജീവിതത്തിൽ നിന്ന് താൻ പരിപൂർണമായി മാറി അപ്പന്റെ ഇഷ്ടം താൻ ചെയ്യുകയും ചെയ്തു. ഇതാ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിന്റെ ബിസിനസ്സിൽ ഭാരങ്ങളിൽ ഓൾമോസ്റ്റ് 16 മണിക്കൂർ വർക്ക് ചെയ്ത് ഈ അന്ത്യസമയങ്ങൾ വന്നപ്പോ എന്റെ പപ്പായ്ക്ക് വേണ്ടി സമയം ഉദ്ധരിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചത് ഈ ഒരു മനോഭാവത്തിലാണ്. 1, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിക്കാതിരിക്കുക. 2, ഭാരങ്ങൾ കുറയ്ക്കുക, ഇറക്കി വെക്കുക. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന മെന്റാലിറ്റിയിലേക്ക് വരുക. അങ്ങനെ ദൈവം എന്നെ സഹായിക്കുന്നു. ക്രിസ്തു ആണ് എന്റെ റോൾ മോഡൽ. പ്രിയ കുഞ്ഞുങ്ങളെ, അതുപോലെ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ. So there is more to say on the subject, but let me, due to the lack of time, let me focus on a different point. The second point is to remove all your burdens and keep it aside. If you have enough to eat and drink and clothe, as in all enough
to do the matters of life, not take on more burdens. Uh, uh, as you know, I was trying to start a business in Russia, which I stopped because I want to enter the service of God. I gave my business in Dubai to someone else. Even the business now that I have in Ras Al Khaimah, I am almost done passing the responsibility to someone else. Now, the idea is to serve my father full time, and and in this manner. So I work for 16 hours, just like Jesus Christ worked for his family till the age of 30. I work for 16 hours a day for so many years, and now all that time I would like to redeem uh, for uh, for my Father in heaven. And so may God help you also do such things. And the two tips that has helped me is, number one, do not pretend more than you ought to, and number two, uh, uh, do not take cast your burdens aside and do not take more burdens. इस विषय से जुड़कर और भी बातें बताने को है, लेकिन समय के अभाव से हम यहाँ से आगे बढ़ना चाहते हैं। तो दूसरी बात यह है कि हमें हमारे बोझों को उतार कर रखना चाहिए। अगर हमारे पास खाने पीने के लिए है, काफी है, तो फिर हमें उससे संतुष्ट, वो बस है, काफी है, ऐसे मानना है। तो उदाहरण के तौर से मेरी जिंदगी में जो इसके लिए ही यही बात जब मुझको समझ आया, तो जो रशिया में बिजनेस मेरा एक्सपेंड करने के लिए जो मैं चाहता था, जो मुझे अवसर मिला था, उसको मैंने नहीं चाहिए मानकर, और दुबई में जो मेरा बिजनेस था वो मैंने बंद कर दिया है, किसी और को सौंप दिया है। रास अल खाइमा में जो बिजनेस है वो भी अभी किसी और को सौंप कर वो भी बंद करने के मैं प्रक्रिया में हूँ। तो इस प्रकार से जो मैंने अपनी जिंदगी में 16 दिन के 16 घंटे मेहनत करते हुए मैंने जो काम करते आया था, अभी मैंने जो है माना है कि मैं प्रभु के बातों में अपने समय को, अपनी जिंदगी को लगाऊंगा। जिस प्रकार यीशु मसीह ने 30 साल की उम्र तक अपनी पार्थिव परिवार की परवरिश के लिए उन्होंने मेहनत किया और सब कुछ किया, इसी तरह से हमें अपनी जिंदगी में जो है 2 बातें करना है। सबसे पहले समय को बहुमूल्य समझना है, दूसरी बात है बोझों को हमसे नीचे उतार कर रखना है। പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയെല്ലാം ചെയ്തപ്പോൾ പലരും ചിന്തിക്കും ബുദ്ധിയില്ലാത്ത ബിസിനസ്സുകാരനാണ്. അല്ല, ഞാൻ പക്ക ഒരു ബുദ്ധിയുള്ള ബിസിനസ്സുകാരനാണ്. എന്റെ നായകനായ, എന്റെ ചേട്ടായിയായ ക്രിസ്തുവെ പോലെ ഞങ്ങൾ ഫാദേഴ്സ് ബിസിനസ് ചെയ്യുന്ന കുടുംബമാണ്. ബുദ്ധിയില്ലാത്ത, നമുക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത ഈ ലോകത്തിലെ ബിസിനസ് ചെയ്ത് മാത്രം അവസാനിക്കുകയല്ല, നിത്യമായ പ്രോഫിറ്റ് ലഭ്യമാകുന്ന ആ ഫാദേഴ്സ് ബിസിനസ്സിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. അങ്ങനെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ക്രിസ്തു സമയം കണ്ടെത്തി പിതാവിന്റെ ഇഷ്ടം ചെയ്തതുപോലെ നാം ഈ ലോക ജീവിതം നമ്മളെ ഞെരുക്കാതെ സമയം കണ്ടെത്തി ആ പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന റിപ്പോർട്ടും കൊടുത്ത് നാം ഇവിടുന്ന് പോകുന്നുവെങ്കിൽ ഇതാ നമുക്കും തേജസ്സിലേക്ക് കടക്കുവാൻ കഴിയും. ഇതാണ് വിശുദ്ധ പൗലോസ് അതേ മാർഗം പിന്തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്. ഇനി എനിക്ക് നീതിയുടെ കിരീടമാണ് വെച്ചിരിക്കുന്നത്, ഞാൻ വിശ്വാസം കാത്തു ജയം പ്രാപിച്ചു. കുഞ്ഞുങ്ങളെ, ഇതാ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ റോൾ മോഡലായി. യേശുവിനെ അനുകരിച്ച പൗലോസും നമ്മുടെ മുമ്പിൽ ഇതാ റോൾ മോഡലായി. നമുക്കും ഈ ലോകത്തിൽ റോൾ മോഡലാകാം. സ്വർഗീയ പിതാവ് നമുക്ക് മുൻ നിയമിച്ച പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ നാം ചെയ്തു പോകേണ്ടതിന് അത് മുൻ നിയമിച്ചിരിക്കുന്നു. അയ്യോ, അത് ചെയ്യാൻ സമയം കിട്ടിയില്ലേ, അയ്യോ ടെൻഷനായിരുന്നേ, അയ്യോ എനിക്ക് എപ്പോഴും ജോലിയാണേ എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് നാശത്തിലേക്ക് പോകാതെ സമയത്തെ ഉദ്ധരിച്ചെടുത്ത് ദൈവനിഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുതയോടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കും. So now you may be wondering, he's a foolish businessman. I would like to disagree because so right now I have left the worldly business that is unprofitable and doing my father's business, which is what is eternally profitable. And just like my elder brother Jesus Christ did, just like Apostle Paul did. And Apostle Paul, when he completed, he said that I have run a good race, I have fought a good fight, I have completed my course, and
I have kept the faith, and now for me is kept in heaven the crown of life. So in this manner, instead of focusing uh, on unprofitable matters, let's focus on matters of the spirit, which are profitable and eternal. And with these verses, I would like uh, to bless you so that you all become role models like Jesus Christ and Apostle Paul. और तो आप में से कुछ लोग सोचेंगे तो मैं एक बुद्धिमान व्यापारी नहीं हूँ, लेकिन मैं मानता हूँ मैं बिल्कुल ही एक बुद्धिमान व्यापारी हूँ, क्योंकि मैंने अपने प्रभु यीशु मसीह के समान, मेरे बड़े भाई के समान, हम हमारे पिता के व्यापार में, पिता के बातों में हम अपने आप को अभी व्यस्त करना चाहते हैं। तो इसके लिए ही मैं इन बातों से समाप्त करना चाहता हूँ। आप भी हमारे प्रभु यीशु मसीह के समान उस अच्छी अपने काम को निपटाने के बाद ये कह सके कि सब कुछ पूरा हो चुका है। और प्रेरित पौलुस के समान जिसने कहा कि सब कुछ खत्म होने के बाद उन्होंने कहा कि मैंने विश्वास की रखवाली की है, मैंने अपनी दौड़ को दौड़ी है और अच्छी कुश्ती लड़ा हूँ। देखिए अभी जो है परमेश्वर के तेज का मुकुट मेरे लिए रखा गया है। तो हम भी परमेश्वर के उस दिन में अंत में तेज पाने के लिए अपने आप को, अपनी जिंदगी को उस तरह से जीने के लिए हम प्रयास करें। നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണനെ കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ആ തിരുവത്താഴ് ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കാൽവരി ക്രൂസിൽ യാഗമാകുന്ന ക്രിസ്തു അവന്റെ അവസാന വാക്കുകളിൽ പിതാവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, It is finished. പൂർത്തീകരിക്കപ്പെട്ടു പിതാവേ. അങ്ങ് ഏൽപ്പിച്ച ജോലി, അങ്ങ് എനിക്ക് ശരീരം തന്നു, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ. ആ സമയം ഞാൻ നഷ്ടപ്പെടുത്താൻ അങ്ങയുടെ ഇഷ്ടം ചെയ്തു. ഇപ്പോഴിതാ പൂർത്തീകരിക്കപ്പെട്ടു. ആ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ നല്ലൊരു മാതൃകയാണ്. നിലകൊള്ളുമ്പോ യേശു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഈ ശുശ്രൂഷ എന്റെ മരണത്തെ നിങ്ങൾ ഓർക്കണം. ഇതാ അതിനായി നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ ആ യാഗത്തെ ഓർത്തുകൊണ്ട്, യേശുവിന്റെ ജീവിത അന്തത്തെ ഓർത്തുകൊണ്ട് നമ്മളുടെ ജീവിതവും എങ്ങനെയായി തീരണം എന്നൊരു ഗൈഡൻസ് ദൈവം നമുക്ക് നൽകിയതോ ഓർത്തുകൊണ്ട് ഭൂമിയിൽ ദൈവം ഇഷ്ടം ചെയ്ത് യേശു ക്രിസ്തുവെ പോലെ ആ നല്ല റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്കും ദൈവസന്നിധിയില് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ തിരുവത്താഴ് ശുശ്രൂഷയ്ക്കായി നമുക്ക് വേണ്ടി ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ഭൂമിയിലെ ലാഭമില്ലാത്ത ജീവിതം ഞങ്ങളുടെ ലാഭമുള്ള സ്വർഗീയ ജീവിതത്തെ ഞെരുക്കരുത് എന്ന സന്ദേശം, അതിനെ തോൽപ്പിക്കരുത് എന്ന സന്ദേശം അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. ലാഭമുള്ള ഒരു ജീവിതവും ലാഭമില്ലാത്തൊരു ജീവിതവും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കില്ലായി. എന്നാൽ ജഡത്തിലെ ജീവിതം ലാഭമില്ല എന്നും ആത്മാവിലെ ജീവിതത്തിനാണ് ലാഭമെന്നുമുള്ള യേശുവിന്റെ വാക്കുകൾ ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ശാപത്തിന്റെ ഫലമായ ജഡജീവിതം, അനുഗ്രഹത്തിന്റെ ഫലമായ ആത്മാവിലെ ജീവിതം, ഇന്ന് ഞങ്ങൾക്ക് ജഡവും ആത്മാവും ഉള്ളത് കൊണ്ട് ഇത് ബാലൻസ് ചെയ്തു പോകുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആലോചനയ്ക്കായി ഇതനുസരിച്ച് ജീവിതം പരിശീലിക്കും അങ്ങ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ സമ്പൂർണമായ ഞങ്ങളുടെ കരങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥനാലയത്തിലും സൂമിലും വിവിധ ഓൺലൈൻ മീഡിയയിലും ഉള്ളവർ മാത്രമല്ല, ഇതല്ല ആരെല്ലാം ഇത് കേൾക്കുവാൻ പോകുന്നു അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും.
അങ്ങ് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ജയം തരണമേ എന്ന് പ്രാർത്ഥന. സർവമഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ ഭാരങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ വിഷയങ്ങളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരട്ടെ. ക്രിസ്തുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യവും സമാധാനവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ കൽപ്പിക്കുന്നു. നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ അനുഗ്രഹം ഇന്ന് നാം കേട്ടതുപോലെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു നല്ല റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇതാ അസൃഷ്ടാവിന്റെ കരങ്ങൾ ബലമേൽപ്പിപ്പാൻ ദൈവം നമ്മളേവരെ സഹായിക്കട്ടെ. ബി ബ്ലസ്ഡ് ആൻഡ് സ്റ്റേ ബ്ലസ്ഡ്. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.